ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. 8-ാം അധ്യായം തുടർച്ച. ശ്രീനാരായണ ഗുരു ലോക സംഗ്രഹത്തിലേക്ക്. 1068-ാം ആണ്ടു മുതൽ സ്വാമികൾ ചിലപ്പോൾ ഈ ദിക്കിൽ കൊല്ലം കരുവ വരാറുണ്ട്. വന്നാൽ തൃക്കൈ വിളയാടി പ്രതിഷ്ഠിച്ച ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലാണ് വിശ്രമിക്കാറ്. ഒരു ദിവസം അത്യുഗ്രമായ വെയിൽ സമയത്ത് ഞങ്ങൾ ഏതാനും പേർ സ്വാമിയുടെ സമീപത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധൻ കുട കൂടിയില്ലാതെ വെയിൽ കൊണ്ടുകൊണ്ട് അവിടെ വന്നു. സ്വാമിയെ നമസ്കരിച്ചു. ആ മനുഷ്യനോട് കുശലപ്രശ്നങ്ങൾ ചെയ്തിട്ട് എന്താണ് വിശേഷിച്ച് വന്നത് സ്വാമികൾ ചോദിച്ചു. സ്വാമികളെ ക്ഷണിക്കുന്നതിനാണെന്ന് വൃദ്ധൻ മറുപടി പറഞ്ഞു. അപ്പോൾ സ്വാമികൾ ഞങ്ങളോടായിട്ട് എന്താ പോകണമോ എന്ന് ചോദിച്ചു. പഞ്ചസാര, കൽക്കണ്ടം, പഴം, ചെറുനാരങ്ങ മുതലായ കാഴ്ചദ്രവ്യങ്ങൾ അവിടെ ധാരാളമായി വന്നുകൊണ്ടിരുന്നു. അതൊക്കെ ഞങ്ങൾക്കും പണമായി വരുന്നത് ക്ഷേത്രം ഉടമസ്ഥർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഗ്രമായ വെയിലും, അതുകൊണ്ട് ഈ വെയിൽ പോകാൻ നിവൃത്തിയുണ്ടാവുകയില്ല. വേണമെങ്കിൽ നാളെ രാവിലെയോ വൈകുന്നേരമോ സൗകര്യം പോലെ പോവാം, അത് മതിയാകും എന്ന് ഞങ്ങൾ നിർബന്ധമായും പറഞ്ഞു. ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വാമികൾ മുറ്റത്തിറങ്ങി വൃദ്ധനോടുകൂടി യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ പിന്നാലെ പോയി. വൃദ്ധന്റെ വീട്ടിൽ ചെന്ന് കയറി. അയാൾ അവിടെ ഉള്ള ഒരു നായർ പ്രമാണിയാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. 10 പറ അരിയിലധികം വെച്ച് പല വിഭവങ്ങളോടും 4 വക പ്രഥമനോടും കൂടി ഒരു നല്ല സദ്യ അവിടെ ഒരുക്കിയിരുന്നു. വഴിയിൽ ഒന്നിച്ചു കൂടിയവർ ഉൾപ്പെടെ ഞങ്ങൾ അധികം പേർ ഉണ്ടായിരുന്നു. സ്വാമികൾക്ക് പൂമുഖത്തും ഞങ്ങൾക്ക് 4 കെട്ടിന് അകത്തും ഇല വെച്ച് സദ്യ കഴിഞ്ഞു. സ്വാമികളുടെ ഇല എടുക്കാൻ ആരെയും അനുവദിക്കാതെ അതിൽ ചോറ് വിളമ്പി ആ വൃദ്ധഭക്തൻ ഭക്ഷിച്ചു. അദ്ദേഹം പാദകാണിക്കയായി വെച്ച 25 രൂപ ഞങ്ങളുടെ ക്ഷേത്ര ഉടമസ്ഥനും ലഭിച്ചു. എല്ലാവരും തൃപ്തരായി മടങ്ങിപ്പോന്നു. കൂടെ പോയ ഞങ്ങളെല്ലാവരും യാത്രാരംഭത്തിൽ മുടക്കം പറഞ്ഞവരായിരുന്നു. ക്ഷേത്ര ഉടമസ്ഥനും ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. കൃഷ്ണനാശാൻ അവരുകൾക്കുണ്ടായ മറ്റൊരു അനുഭവത്തെ അദ്ദേഹം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു. ഇവിടെ എൻ്റെ സമീപം സ്വന്തം സഹപാഠിയും സ്നേഹിതനുമായി മണപ്പൂർ പപ്പു എന്നൊരാൾ ഉണ്ടായിരുന്നു. സാമാന്യം നിത്യവൃത്തിക്ക് വകയുള്ള ഒരാളായിരുന്നു. അയാൾക്ക് ക്ഷയരോഗം പിടിപെട്ട് പല ചികിത്സകളും ചെയ്തു നോക്കിയിട്ടും ഫലം കാണായികയാൽ ഒടുവിൽ 1075-ാം ആണ്ടിനിടയ്ക്ക് ശിവഗിരിയിലെത്തി. സ്വാമിക്ക് സംഭാവന ചെയ്യുന്നതിനായി 1500 രൂപ കൊണ്ടുപോയിരുന്നത് സ്വാമി സ്വീകരിച്ചു. ശിവഗിരിയിൽ പാർപ്പിച്ചു. സ്വാമി നേരിട്ടും ചില വൈദ്യന്മാരെ കൊണ്ടും പല ചികിത്സകളും നടത്തി. 2-3 മാസം ഇങ്ങനെ കഴിഞ്ഞിട്ടും യാതൊരു സുഖവും ഇല്ലാതെ അസ്ഥിമാത്ര ശേഷനായി. ഒടുവിൽ തൻ്റെ ആൾക്കാർ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി മരണശയ്യയിൽ കിടത്തി. ചികിത്സകൾ നിർത്തി. അന്ത്യശുശ്രൂഷകൾ മാത്രം ചെയ്തു. മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. സമീപത്താണെങ്കിൽ ദയനീയമായ ഒരു കാഴ്ച ഒരിക്കൽ മാത്രം കാണുന്നതിനെ എനിക്ക് സാധിച്ചുള്ളൂ. അയാൾ സ്വാമിക്ക് സംഭാവന ചെയ്ത അത്ര വലിയ സംഖ്യ ചെലവഴിക്കാൻ തക്ക ധനവാനായിരുന്നില്ല. ഒരു ലിബ്ധനും കൂടി ആയിരുന്നു. സ്വാമി അയാളെ ആ മഹാരോഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട് മാത്രം അങ്ങനെ സംഭാവന ചെയ്തതാണ്. ആ നിലയിൽ
അയാളുടെ ഭാവിയെപ്പറ്റി യാതൊന്നും ചിന്തിക്കാതെ സ്വാമി ഇങ്ങനെയൊരു സംഭാവന സ്വീകരിച്ചത് ഹിതമായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം യാദൃച്ഛ്യാ സ്വാമി ആരും ക്ഷണിക്കാതെ അയാളുടെ വസതിയിൽ വരികയും നേരെ ശയ്യാഗ്രഹത്തിൽ പ്രവേശിക്കുകയും കുശലങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത ശേഷം അടുത്ത മുറിയിൽ കെട്ടിത്തൂക്കിയിരുന്ന ഒരു പഴക്കുലയിൽ നിന്ന് സ്വാമി തന്നെ ഒരു പഴമെടുത്ത് അയാൾക്ക് കൊടുത്തിട്ട്, നീ ഈ പഴം തിന്നണം, ഇപ്പോൾ നീ മരിക്കുകയില്ല, ജീവിക്കും, പിന്നീട് കണ്ടുകൊള്ളാം എന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. അയാളുടെ രോഗം ക്രമേണ ഭേദമായി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. 10 കൊല്ലം കഴിഞ്ഞ ശേഷം വേറെ രോഗം ബാധിച്ച് മരിക്കുകയാണ് ചെയ്തത്. അയാളുടെ അനുജന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇത് ഇവിടങ്ങളിൽ സ്വാമിയുടെ അത്ഭുതസിദ്ധി എന്ന പരസ്യമായി അറിയപ്പെടുന്ന ഒരു സംഗതിയാണ്. കൃഷ്ണനാശാൻ അവറുകളും സ്വാമിതൃപാദങ്ങളും തമ്മിൽ 1079 ആണ്ടിൽ അരുവിപ്പുറത്ത് വെച്ചുണ്ടായ സംഭാഷണം താഴെ കാണിക്കുന്നു. സ്വാമി: ഈ ആരാധനകളെല്ലാം ഒരിക്കൽ വേണ്ടാതെ വന്നേക്കാം. എന്തടേ? ആശാൻ: അങ്ങനെ വരാൻ ഇടയില്ല. സ്വാമി: വിദ്വാൻമാർക്ക് ഇത് ഹിതമല്ലാതെ വരും. അവിദ്വാൻമാരും ഗതാനുഗതി കന്യായനെ വേണ്ടെന്ന് വയ്ക്കുകയും അല്ലേ? അന്ന് അവിടെ ഭരണകർത്താവായി സ്വാമിയാൽ നിയുക്തനായിരുന്ന കുമാരനാശാൻ ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയതിനാൽ ഉണ്ടായ ചോദ്യങ്ങളാണ് ഇവയെന്ന് കൃഷ്ണനാശാൻ അനുമാനിച്ചു അത്രേ. ആശാൻ: അങ്ങനെ വരാൻ ഇടയില്ല. സ്വാമി: അങ്ങനെ വരുമ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം അവർക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. ആഹാരം പോലെ കെട്ടിടങ്ങളും ആവശ്യപ്പെട്ടവ തന്നെ. ആഹാരം ഒരു ദിവസം 2-3 പ്രാവശ്യം മതിയാവും. ശീതോഷ്ണാദി ബാധകളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ വേണ്ടാത്ത സമയമില്ലല്ലോ. ആഹാരം സൗജന്യമായി പലരിൽ നിന്നും ലഭിക്കാവുന്നതാണ്. കെട്ടിടങ്ങൾ അങ്ങനെ ലഭിക്കുകയില്ലല്ലോ. ഒരു ഭിക്ഷു ഒരു വീട്ടിൽ ചെന്ന ഭിക്ഷ വാങ്ങിയാൽ പിന്നെ ആ മുറ്റത്ത് നിൽക്കുന്നത് തന്നെ വിഹിതമാകുകയില്ലല്ലോ. അതുകൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടുന്നതും ഒരു ധാർമ്മിക പ്രവൃത്തി തന്നെയാണ്. എന്നാലും നാം ജനങ്ങളുടെ പണം പാഴിൽ കളഞ്ഞിട്ടില്ല, ഇല്ലേ? ആശാൻ: അങ്ങനെ തന്നെ. മറ്റൊരു ദിവസം നടന്ന സംഭാഷണം കൃഷ്ണനാശാൻ അവറുകൾ ഇങ്ങനെ വിവരിക്കുന്നു. സ്വാമി: മരണാനന്തര ജീവിതത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ആശാൻ: വാസാംസി ജീർണാനി യഥാവിഹായ ഇത്യാദി ഗീതാവാക്യമനുസരിച്ച് വിശ്വാസമുണ്ട്. സ്വാമി: ഈ ലോകത്തിൽ തന്നെ നമ്മുടെ ദൃഷ്ടിയിൽ വിഷയമാകാത്ത വിധത്തിലും ഒരു ജാതി അജ്ഞാനത്തിൽ കൂടി നോക്കിയാൽ നമുക്ക് കാണത്തക്ക വിധത്തിലും അവർ ജീവിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ആശാൻ: അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വാമി: ഈയിടെ പഞ്ചാബിൽ നിന്ന് ഈ വിധത്തിൽ ഒരു അഞ്ജനം തിരുവനന്തപുരത്ത് ഒരാൾ വരുത്തി. ഒരു മഷിയിൽ കൂടി നോക്കിയാൽ മരിച്ചുപോയ ആളുകളെ കാണാം. സ്ത്രീകളോ കുട്ടികളോ നോക്കിയാൽ പ്രയാസം കൂടാതെ തെളിയും. പുരുഷന്മാർ നോക്കിയാൽ ചിലരൊക്കെ തെളിയും. ഡോക്ടർ പൽപ്പുവിൻ്റെ മകൾ ആ മഷി വരുത്തി ഒരു ദിവസം നോക്കി. അവരുടെ മരിച്ചുപോയ അച്ഛനെ കണ്ടു. അവർ വളരെ വിഷമിച്ച് കരയുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. അപ്പോൾ നാം കൂടി ഉണ്ടായിരുന്നു. വിളയിവിളാകത്ത് കേശവനെ അറിയുമോ? ആശാൻ: അറിയുകയില്ല. ആശാൻ പിന്നീട് അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹം ആശാന്റെ മാന്യ സ്നേഹിതനായി തീരുകയും ചെയ്തിട്ടുണ്ടത്രേ. സ്വാമി: ഇംഗ്ലീഷ് പഠിപ്പും നല്ല ബുദ്ധിയും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. CV കുഞ്ഞിരാമനെ പോലെ
ഒരു പ്രത്യക്ഷമാത്ര വിശ്വാസിയാണ്. കേശവന്റെ മരിച്ചുപോയ അച്ഛനെ അപരിചിതനായ ഒരു ബാലനെ കൊണ്ട് മഷിയിൽ കണ്ടു. ആ ബാലൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ശരിയായിരുന്നതിനാൽ കേശവന് വിശ്വസിക്കേണ്ടി വന്നുപോയി. ഇതൊക്കെ നാം കൂടി ഉള്ളപ്പോൾ ആയിരുന്നു. ആശാൻ, ആത്മാവിന്റെ അനശ്വരത്വം ഈ ലോകത്തിൽ പുരുഷപ്രയത്നം കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു തത്വമാണല്ലോ. സ്വാമി, അങ്ങനെ വരികയില്ല. ഈശ്വരൻ മഹർഷിമാർ മുഖേന വെളിപ്പെടുത്തിയതാണ്. വാടാനപ്പള്ളി വൈക്കാട്ടിൽ ശങ്കരൻ എന്ന ആളുടെ ഭൂമി കടൽ കയറി നഷ്ടപ്പെട്ടു. അദ്ദേഹം സ്വാമിയുടെ അടുക്കൽ ചെന്ന് തനിക്കുണ്ടായ നഷ്ടത്തെപ്പറ്റി വളരെ വ്യസനിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തൃപ്പാദങ്ങൾ ബോധാനന്ദ സ്വാമിയോട് കടൽപ്പുറത്ത് ചെന്ന് കിടക്കുവാൻ പറഞ്ഞു. ബോധാനന്ദ സ്വാമി അങ്ങനെ ചെയ്തു. ഇന്നും ആ സ്ഥലം കടലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കിടക്കുന്നു. സ്വാമികൾ ഒരിക്കൽ ഏങ്ങണ്ടിയൂർ തച്ചപ്പള്ളി അയ്യപ്പക്കുട്ടി എന്ന ഒരാളുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഗൃഹസ്ഥൻ അവിടെയുള്ള ഒരു പശുവിനെ കറന്നു. പാൽ ധാരണോഷ്ണമായി സ്വാമിക്ക് കുടിപ്പാൻ കൊടുത്തു. സ്വാമി കുടിച്ചില്ല. പശുക്കുട്ടിക്ക് കൊടുക്കാതെ മുഴുവൻ കറന്നെടുക്കുന്ന പാൽ താൻ കുടിക്കുകയില്ലെന്നും കുടിച്ചാൽ പ്രമേഹരോഗം ബാധിക്കുമെന്നും സ്വാമികൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗൃഹസ്ഥൻ പ്രമേഹരോഗിയായിരുന്നു. ആ രോഗത്താൽ തന്നെയാണ് അദ്ദേഹം മരിച്ചത്. തൃശ്ശിവപേരൂരിലെ തീയരുടെ വക ശ്രീ മഹേശ്വര ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് ജല ദൗർലഭ്യമുണ്ട്. ക്ഷേത്രപ്പറമ്പിൽ കുഴിച്ച കിണറിനിടയിൽ പാറയായതിനാൽ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. സ്വാമികൾ അവിടെ ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ കിണർ കുഴിച്ചാൽ വെള്ളം ഉണ്ടാകുമെന്നും പറഞ്ഞു. ആ സ്ഥലത്ത് കിണർ കുഴിക്കുകയും വെള്ളം കാണുകയും ചെയ്തു. ആ കിണറിൽ വെള്ളം ഒരങ്കുലം എങ്കിലും കാണാതെ വരില്ല. കൊച്ചിയിൽ ചെറുതുരുത്തി ദേശത്ത് തൃപ്പതീശ്വരം എന്ന പേരിൽ ഒരു ക്ഷേത്രമുണ്ട്. അത് ആദ്യകാലം നമ്പൂതിരിമാരുടേതായിരുന്നു. അവർ അത് നായന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒടുവിൽ കൊച്ചി നാഷണൽ ബാങ്കുകാർ 275 രൂപയ്ക്ക് സ്വാമിയുടെ പേരിൽ തീർ വാങ്ങി. ആ ക്ഷേത്രത്തിന്റെ ഭരണത്തിന് ആവശ്യമുള്ള പണം സമ്പാദിക്കുവാൻ ഒരു കുറി ഏർപ്പെടുത്തി. ഒരിക്കൽ ക്ഷേത്രം സന്ദർശിക്കുവാൻ സ്വാമി തൃപ്പാദങ്ങൾ അവിടെ ചെന്നപ്പോൾ ആറുമുഖൻ എന്നു പേരായ ഒരു തീയൻ ക്ഷേത്രക്കാരെപ്പറ്റിയൊക്കെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് വളരെ ധിക്കാരപരമായി സ്വാമിയോട് സംസാരിച്ചു. അവൻ ധാരാളം മദ്യപിച്ച് ബോധമില്ലാത്തവനാണെന്ന് കണ്ട് സ്വാമി അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു കളഞ്ഞു. മദ്യപാനം കൊണ്ടുള്ള ദോഷത്തെപ്പറ്റി സ്വാമികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആറുമുഖൻ ഒരു ചെത്തുകാരനാണ്. പിറ്റേ ദിവസം അവൻ തന്റെ വീട്ടിൽ നിന്ന് തെങ്ങു ചെത്താനുള്ള കത്തിയെടുത്ത് അതിൽ മൂർച്ച വരുത്തിക്കൊണ്ടിരുന്നു. വളരെ നേരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെത്താൻ പോകേണ്ട സമയം വളരെ അതിക്രമിക്കുകയും ചെയ്തു കണ്ടപ്പോൾ അവന്റെ ഭാര്യ അവനോട് എന്താണ് ഇങ്ങനെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തനിക്ക് തെങ്ങിന്മേൽ കയറാൻ സാധിക്കുകയില്ലെന്നും കയറിയെങ്കിൽ താൻ നിശ്ചയമായും വീണു മരിച്ചു പോകുമെന്നും പറഞ്ഞു. സമീപസ്ഥന്മാർ പലരും ചെന്ന് അവനോട് ചോദിച്ചതിനൊക്കെ അവൻ അങ്ങനെ തന്നെ മറുപടി പറഞ്ഞു. അന്നു മുതൽ അവൻ തെങ്ങു ചെത്താൻ പോയില്ല എന്നല്ല, തള്ളികൂടി നിർത്തുകയും ചെയ്തു. കൃഷിയിൽ ഏർപ്പെട്ട് ആ ദേശത്ത് സാമാന്യം ഒരു പ്രമാണിയായി തീർന്നു. തൃശ്ശിവപേരൂരിൽ കൊട്ടിയാട്ട് കുഞ്ഞുണ്ണി എന്നൊരാളുടെ വീട്ടിൽ സ്വാമിയോട് വളരെ ഭക്തിയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്വാമികൾ ഒരിക്കൽ കുർക്കാഞ്ചേരി ക്ഷേത്രത്തിൽ എഴുന്നള്ളിയപ്പോൾ തൃപ്പാദങ്ങളെ കണ്ടു വന്ദിക്കുവാൻ ആഗ്രഹിച്ച് ആ സ്ത്രീ ക്ഷേത്രത്തിൽ ചെന്നു. പക്ഷേ ജനങ്ങളുടെ തിക്കും തിരക്കും കൊണ്ട് ആ സ്ത്രീക്ക് സ്വാമിയെ കാണാൻ സാധിച്ചില്ല. അവർ വ്യസനിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അന്ന് ആ സ്ത്രീ സ്വാമിയെ സ്വപ്നം കണ്ടു.
പിറ്റേ ദിവസം രാവിലെ സ്വാമികൾ തനിയെ ആ വീട്ടിൽ ചെന്ന് കയറി. ഒരു വക്കീലും തിരുവിതാംകൂർ നിയമസഭയിൽ ഒരംഗവുമായിരുന്ന NR കൃഷ്ണൻ അവറുകളുടെ കുട്ടികൾ ചെറുപ്പം മുതൽക്കേ മരിച്ചു പോവുക പതിവായി. ഇങ്ങനെ 2 കുട്ടികൾ മരിച്ചു. അതിനുശേഷം അദ്ദേഹം സ്വാമികളുടെ പേരിൽ ഒരു നേർച്ച കഴിച്ചു. വെള്ളിയാഴ്ച തോറും 1 ചക്രം വീതം ഒരു ഭണ്ഡാരത്തിൽ ഇടുകയും അത് സ്വാമികൾക്ക് കൊടുക്കാമെന്ന് നേരുകയും ചെയ്തു. ആ പണം സ്വാമികൾ തന്നെ വന്നു വാങ്ങണമെന്നായിരുന്നു പ്രാർത്ഥന. സ്വാമികൾ വീട്ടിൽ എഴുന്നള്ളിയാൽ ഇരിക്കാൻ പ്രത്യേകം ഒരു പായ് വാങ്ങിച്ചു. 3 മാസത്തെ പ്രസവം ശുഭമായി നടന്നു. കുട്ടിയുടെ അന്നപ്രാശം സ്വാമികൾ തന്നെ വന്ന് കഴിക്കണമെന്നും അന്നു തന്നെ അങ്ങോട്ട് ചെന്ന് ക്ഷണിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയില്ലെന്നും ഉറച്ചു. മുറിയിൽ മേൽപ്പറഞ്ഞ ഭണ്ഡാരം വച്ചു നിത്യം പ്രാർത്ഥന നടത്തി. ഒടുവിൽ സ്വാമികൾ ചേർത്തല കണ്ണാടി പ്രതിഷ്ഠ കഴിക്കാൻ ചെന്നപ്പോൾ മിസ്റ്റർ കൃഷ്ണൻ തൃപ്പാദങ്ങളെ കാണാൻ പോയില്ല. സ്വാമികൾ മടങ്ങിപ്പോകുമ്പോൾ മിസ്റ്റർ കൃഷ്ണനെപ്പറ്റി അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും നേർച്ചയായി ശേഖരിച്ചു വെച്ച പണം സ്വീകരിക്കുകയും മൂന്നാമതായി പിറന്ന കുട്ടിക്ക് അന്നപ്രാശം നടത്തുകയും ചെയ്തു. ഇങ്ങനെ തന്നെ കൊല്ലം താലൂക്കിൽ തൃക്കരുവയിൽ കമ്മാഞ്ചേരിയിൽ കൊച്ചുകുഞ്ഞു വൈദ്യൻ അവർക്ക് ഒരു അനുഭവം ഉണ്ടായതായി അറിയുന്നു. 9 കുട്ടികളുണ്ടായി. 9 മരിച്ചതിന് ശേഷം സ്വാമികളുടെ കടാക്ഷത്താൽ ഉണ്ടായ കുട്ടിയാണ് ഇപ്പോൾ വേളിക്കാട് ശങ്കരൻ മുൻഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. സ്വാമിയുടെ ആഗ്രഹമനുസരിച്ച് ഒരു സന്താനം ശേഷിച്ചതിനാൽ അവിടുത്തെ ആജ്ഞയനുസരിച്ച് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണ മംഗല കാർത്തികേയ ക്ഷേത്രം. സ്വാമികൾ നിസാര ഔഷധങ്ങൾ കൊടുത്ത് രോഗങ്ങൾ ഭേദപ്പെടുത്തിയതിന് അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഗോവിന്ദാനന്ദ സ്വാമികൾ പറഞ്ഞറിഞ്ഞ 2 സംഭവങ്ങൾ താഴെ എഴുതുന്നു. തൃപ്പാദങ്ങൾ ഒരിക്കൽ ചാവറോട്ട് വൈദ്യന്മാരുടെ വീടിനു സമീപം ഒരു ദിക്കൽ വിശ്രമിക്കവേ ദീർഘകാലം ദുസ്സഹമായ വയറുവേദന കൊണ്ട് കുഴങ്ങിയ ഒരു രോഗി ചെന്ന് കണ്ട് നമസ്കരിച്ചു. തൻ്റെ രോഗത്തെപ്പറ്റി അത്യന്തം സങ്കടത്തോടു കൂടി ഉണർത്തിച്ചു. സ്വാമി തുവരയുടെ ഇലയും പൂവും പറിച്ചു കൊടുത്തു. ഇത് സേവിച്ചാൽ ഭേദമാകും എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അയാളുടെ രോഗം നിശേഷം ഭേദമാകുകയും ചെയ്തു. ചാവറകോട്ട് വൈദ്യന്മാർ ഈ മരുന്ന് വയറുവേദനയുള്ള പലർക്കും കൊടുത്ത് നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ലത്രേ. ഒരാൾക്ക് കൈ മുഴുവൻ അരിമ്പാറ എന്ന വ്യാധി പിടിപെട്ടു. സ്വാമിയെ ചെന്ന് കണ്ടു. അപ്പോൾ വലപ്പാട്ട് മാമി വൈദ്യനും ഉണ്ടായിരുന്നു. വൈദ്യരല്ലേ ഉള്ളത്, അദ്ദേഹത്തിനെ കാണിക്കാമല്ലോ എന്ന് സ്വാമി പറഞ്ഞു. വൈദ്യർ ഇവിടെ കാണിക്കാനാണ് പറഞ്ഞത് എന്ന് രോഗി പറഞ്ഞപ്പോൾ സ്വാമികൾ വൈദ്യർ നമ്മെ കുടുക്കുകയാണ് അല്ലേ എന്ന് പറയുകയും ഉരുളൻ കിഴങ്ങ് കൊണ്ട് കഷ്ണിച്ച് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകുകയും ആ വെള്ളം പുരട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് വിധിക്കുകയും ചെയ്തു. കുറേ ദിവസം അങ്ങനെ ചെയ്തപ്പോൾ ആ രോഗം ഭേദപ്പെട്ടു. വക്കത്ത് വേലായുധൻ എന്നു പേരായ ഒരാൾക്ക് മഹോദരവും കാലിനു നീരും ഉണ്ടായി. ബുദ്ധിമുട്ടിക്കിടക്കുന്ന നിലയിൽ സ്വാമി അയാളോട് വാഴക്കഴമ്പ് തിന്നാൻ പറഞ്ഞുവെന്നും അത് കഴിച്ച ശേഷം മഹോദരവും നീരും ഭേദമായി അയാൾ പിന്നെയും കുറേ കാലം സുഖത്തിൽ ജീവിച്ചിരുന്നുവെന്നും S. നാരായണൻ വൈദ്യർ അവറുകൾ പറഞ്ഞു. മറ്റ് വൈദ്യന്മാർ പിന്നീട് പ്രയോഗിച്ചു നോക്കിയാൽ ഫലിക്കാത്ത ഈ മരുന്നുകൾ സ്വാമികൾ വിധിക്കുമ്പോൾ എങ്ങനെ ശുഭമായി തീരുന്നു എന്ന് ആരോ ചോദിച്ചപ്പോൾ സ്വാമികൾ ചിരിച്ചുകൊണ്ട് അതൊക്കെ മുഹൂർത്ത ചികിത്സകളാണ്
എന്ന് പറഞ്ഞിരുന്നു പോൽ. ഈ ഖണ്ഡികയിൽ വിവരിക്കുവാൻ പോകുന്ന സംഗതികൾ കുറെ കൂടി ചരിത്ര സത്യങ്ങൾ മാത്രമാണ്. ഊഹാഭോഗങ്ങൾക്ക് ഞാൻ തുനിയുന്നില്ല. ഈ സന്ദർഭത്തിൽ അത് ശരിയുമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടായ സംഗതികൾ നിരത്തുക, ഊഹങ്ങളും സ്വരൂപപ്പെടുത്തലും വായനക്കാർക്കുള്ളത്. നെയ്യാറ്റിൻകര പുലുവാതുക്കൽ കുടുംബക്കാരുമായി ഗുരുദേവന് നേരത്തെയുള്ള ബന്ധം മുൻ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. അനുബന്ധമായി ചേർത്തിട്ടുള്ള സമ്പാദിക്കപ്പെട്ട ചരിത്ര വസ്തുതകൾ എന്ന അന്യാഖ്യാനത്തിൽ അവ സവിസ്തരം അടങ്ങുന്നുമുണ്ട്. തപസ്സിനു ശേഷം ഗുരുദേവൻ വേലായുധൻ വൈദ്യനുമായി സമ്പർക്കത്തിലായി. വൈദ്യൻ പതിവായി ആരാധനയ്ക്ക് പോവാറുള്ള ആങ്കോട് ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ ഗുരുദേവൻ പുലിവാതുക്കൽ വീട്ടിൽ ചെന്നു. നാം കൂടി ക്ഷേത്രത്തിലേക്ക് വരട്ടെയോ എന്ന ചോദ്യം വൈദ്യന് വളരെ അനുഗ്രഹമായി. ഒരുമിച്ച് ഒട്ടുദൂരം നടന്ന് ക്ഷേത്രത്തിൻ്റെ ഇങ്ങ് തീണ്ടപ്പാടകലെ കല്ലുനാട്ടിയിരുന്ന സ്ഥലത്ത് പ്രയാസപ്പെട്ട് ഒട്ടു വളഞ്ഞും ഒഴിഞ്ഞും നോക്കി വൈദ്യൻ ദീപാരാധന കണ്ടു തൊഴുതു. മഴ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് പോറ്റിയോ മറ്റോ ഒരാൾ കുറെ കളഭം കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തത് വൈദ്യൻ മുണ്ട് നിവർത്തിപ്പിടിച്ച് എടുത്തു മടങ്ങി. മടക്കിയ യാത്രയിൽ ഗുരു പറഞ്ഞു, വൈദ്യ, ഇതെന്ത് കഷ്ടമാണ്. നമുക്ക് ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കിക്കൂടെ? നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ? വൈദ്യൻ പറഞ്ഞു, പൊന്നു സ്വാമി, എന്നാൽ എന്ത് രക്ഷയായി? ഉടനെ അതിന് തയ്യാറാകണം. വേണ്ടതെല്ലാം ചെയ്യാം. ഗുരുവിൻ്റെ മനസ്സിൽ സ്വരൂപിച്ച മഹാകാര്യങ്ങൾക്ക് ഇത് ഒരു തൽക്കാല കാരണവും കാര്യസാധ്യത്തിനുള്ള മാർഗങ്ങൾക്കു സഹായകവുമായി. മിക്കവാറും കാട്ടുപ്രദേശമായിരുന്ന അരുവിപ്പുറം അപ്പോഴേക്കും ഭക്തജനങ്ങളുടെ ഒരു അഭയകേന്ദ്രമായി തീർന്നു.